ചെന്നിത്തല എപ്പോൾ ഹാജരാകും SITക്ക് മുമ്പിൽ? ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഹാജരാകുക. കഴിഞ്ഞ ദിവസം മൊഴി നൽകാൻ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില അസൗകര്യങ്ങളുണ്ടായി. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഹാജരാകുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്ന ആളുകൾ അത് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി അവരുടെ ഓപ്പറേഷൻസ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് പോലെ ബന്ധമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞിരുന്നത്. അത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരുന്നത്. കാരണം ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണം കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ അത് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന് തന്നെയാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ 500 കോടിയുടെ ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ തനിക്ക് ഒരാൾ കൈമാറിയിട്ടുണ്ട്. ഒരു വ്യവസായിയാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് SITക്ക് മുന്നിൽ ഹാജരാകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിന് ഭയമാണ്. അതുകൊണ്ട് ഈ കാര്യം രമേശ് ചെന്നിത്തലയോട് അറിയിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന S വെങ്കടേഷിന് അദ്ദേഹം ഒരു കത്തയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് SIT സംഘം ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നു, പിന്നീട് മൊഴി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രമേശ് ചെന്നിത്തല കൈമാറും. അതിനുശേഷം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആ വ്യവസായിയെയും ഈ അന്വേഷണ സംഘം കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഈ പറയുന്നത് വസ്തുതാപരമായ കാര്യമാണെങ്കിൽ ഇതേവരെയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരിക്കും ഇതെന്ന് പറയേണ്ടി വരും. കാരണം ഈ സ്വർണം കൊണ്ടുപോയത് എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കുറച്ച് സ്വർണ്ണമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണമാണ് എന്നുള്ള ഇപ്പോഴും സംശയമുണ്ട്. അതിന്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഈ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അത് ഉരുക്കി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നത് ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണമായതുകൊണ്ട് ഇത് ഉരുക്കിയ സ്വർണം ക്വാണ്ടിറ്റി വിൽക്കുന്നതിനേക്കാൾ വില അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് അത് ശബരിമലയിലെ സ്വർണം അല്ലാത്ത രീതിയിൽ കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു സംശയമാണുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത ഇന്ന് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, സിജോ.